എന്തുകൊണ്ട് നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഭക്ഷണം കഴിക്കണം? ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്കൊരു കാറുണ്ട്. ആ കാറിൽ പെട്രോൾ മാത്രം അടിച്ചാൽ പോരല്ല. അതിന് എഞ്ചിൻ ഓയിൽ, ക്ലച്ച് ഓയിൽ, ഗിയർ ഓയിൽ, ഇങ്ങനെ പല സാധനങ്ങളും വേണമല്ലോ മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ഇന്ധനമുണ്ട്. അതാണ് ഗ്ലൂക്കോസ്, മെയിൻലി കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഗ്ലൂക്കോസ് മാത്രം പോരാ. നമ്മുടെ ശരീരത്തിൽ വേറെ പല അവയവങ്ങളും ഉണ്ട്. അതായത് കാറിന് വേറെ പല ബോഡി പാർട്സ് ഉള്ള പോലെ നമുക്ക് ബ്രെയിൻ ഉണ്ട്, ഹാർട്ട് ഉണ്ട്, കിഡ്നി ഉണ്ട്, ലിവർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഇതിന് പ്രോട്ടീൻസ് വേണം, ഫാറ്റ്സ് വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ഇങ്ങനെ പല കാര്യങ്ങളും വേണം. എന്നാലേ അത് മര്യാദയ്ക്ക് ഓടുള്ളൂ കുറെ കാലം. അപ്പൊ നമ്മൾ ഈ കാർ സമയത്തിന് സർവീസ് ചെയ്യുന്നില്ല എന്ന് വെച്ചോ, അപ്പൊ എന്ത് സംഭവിക്കും? ചെറിയ ചെറിയ തകരാറുകളൊക്കെ കാണിച്ചു തുടങ്ങും. അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്തില്ല എന്ന് വെച്ചോ, അപ്പൊ അതിങ്ങനെ കൂടിക്കൂടി വരും. അതുപോലെ തന്നെ നമ്മുടെ ബോഡീന്റെ കാര്യം, നമ്മുടെ ശരീരം ഇടക്കിടക്ക് ചെറിയ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. നമ്മൾ മര്യാദക്കല്ല ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ ജീവിത രീതി മര്യാദക്കല്ല എന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് അത് ചെറിയ രോഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സിംറ്റംസ് കാണിക്കും. അപ്പൊ നമ്മൾ ബോധർ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുറച്ച് കഴിയുമ്പോൾ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. കുറച്ച് വർഷങ്ങളായിട്ട് ഈ സ്ഥിതി തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ട് വരും. അപ്പൊ നമ്മുടെ കാറ് ചെറിയ ചെറിയ തകരാറുകൾ കാണിക്കുമ്പോൾ തന്നെ കറക്റ്റ് ടൈമിൽ സർവീസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരവും ചെറിയ ചെറിയ സിംറ്റംസ് ഒക്കെ കാണിക്കുമ്പോൾ അതിനെ പരിഹരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് എല്ലാം കൂടി എല്ലാ ബോഡി പാർട്സും കൂടി ഒരുമിച്ച് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതിന് കൂടുതൽ പൈസ ചെലവാകും.